ഞാൻ അരവിന്ദ്. വീട്ടിൽ ഉണ്ണി, ഉണ്ണിക്കുട്ടൻ എന്നൊക്കെ വിളിക്കും. ഇപ്പോൾ ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുന്നു. പ്രായം 30 അടുക്കുന്നു. കല്യാണം കഴിഞ്ഞിട്ടില്ല. ഞാൻ നഗരത്തിലാണ് താമസമെങ്കിലും അമ്മ വീട് ഗ്രാമത്തിലായിരുന്നു. ഞാൻ 90കളിലാണ് ജനിച്ചത്. ചെറുപ്പം മുതൽ അമ്മ വീടായിരുന്നു എനിക്ക് പ്രിയം. കുഞ്ഞായിരുന്നപ്പോൾ മുതൽ അവധി കിട്ടുമ്പോഴെല്ലാം ഞങ്ങൾ അവിടെ നിൽക്കാൻ പോവാറുണ്ടായിരുന്നു. ഗ്രാമമെന്ന് പറഞ്ഞാൽ വളരെ ഉൾനാടൻ ഗ്രാമമായിരുന്നു. ഭഗവൂർ എന്നായിരുന്നു ഗ്രാമത്തിൻ്റെ പേര്. നഗരീകത ഒന്നും തൊട്ട് തീണ്ടാത്ത പഴയകാല ആചാരങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന ഒരു ഗ്രാമം. അവിടെ സ്ത്രീകൾ മുണ്ടും ബ്ലൗസും, ആണുങ്ങൾ ഒറ്റമുണ്ടോ ലുങ്കിയൊക്കെയാണ് ഇടാറ്. സാരി, ചുരിദാറൊന്നും അവിടുത്തെ ആളുകൾ ഉപയോഗിക്കാറില്ല. അത്യാവശ്യം വലിയ കല്യാണങ്ങൾക്കും മറ്റുമാണ് സാരിയൊക്കെ അവിടെ ഉടുത്ത് കാണാറുള്ളത്. കായലുകളും കുളങ്ങളും തോടുകളുമെല്ലാം നിറഞ്ഞിരുന്നു ആ മനോഹരമായ ഗ്രാമത്തിൽ. എനിക്ക് 18 വയസ്സ് കഴിഞ്ഞു. ഞാൻ 10ാം ക്ലാസ് പരീക്ഷ എഴുതി നിൽക്കുന്ന പ്രായം. പ്രായത്തിനൊത്ത ബുദ്ധിവളർച്ച ഇല്ലാതെ ഇരുന്നുകൊണ്ട് എന്നെ 3 വർഷം വൈകിയാണ് സ്കൂളിൽ ചേർത്തത്. 18 കഴിഞ്ഞെങ്കിലും കൊച്ചുകുട്ടികളുടെ പെരുമാറ്റമായിരുന്നു എനിക്ക്. അതിൻ്റെ പേരിൽ സ്കൂളിൽ കളിയാക്കലൊക്കെ നേരിട്ട ആളായിരുന്നു ഞാൻ. എല്ലാവരും ട്യൂബ്ലൈറ്റ് എന്നാണ് എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു വേനലവധിക്ക് ഞാനും അമ്മയും കൂടി ഗ്രാമത്തിലേക്ക് വന്നു. അവിടെ അമ്മുമ്മയും അപ്പൂപ്പനും മാമനുമാണുള്ളത്. ബിനീഷ് എന്നായിരുന്നു മാമൻ്റെ പേര്. അപ്പോൾ മാമന് 29 വയസ്സായിരുന്നു. കല്യാണം കഴിഞ്ഞിരുന്നില്ല. അപ്പൂപ്പൻ കിടപ്പിലായിരുന്നു. ആൾ നടത്തിയിരുന്ന പലചരക്ക് കട നോക്കി നടത്തലായിരുന്നു മാമൻ്റെ ജോലി. മാമൻ ഡിഗ്രി കഴിഞ്ഞു കുറേ ടെസ്റ്റുകളൊക്കെ എഴുതിയെങ്കിലും നല്ലൊരു ജോലിയൊന്നും കിട്ടിയില്ല. എന്നെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഇപ്പോഴും കാത്തിരിക്കുന്നു. പലചരക്ക് കടയിലെ വരുമാനവും കൃഷിയിൽ നിന്നുള്ള ആദായവും ഒക്കെയായി ഞങ്ങൾ ഗ്രാമത്തിലെ അത്യാവശ്യം അറിയപ്പെടുന്ന പണക്കാരായിരുന്നു. പുഴയോരത്തായിരുന്നു ഞങ്ങളുടെ വീട്. അവിടെ കുളിക്കാനും അലക്കാനും ഒക്കെ ഒരു കടവ് പോലെ കല്ലുകൊണ്ട് പണിതിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടുകാരും അപ്പുറത്തെ വീട്ടുകാരും ഒക്കെ അവിടെയാണ് ഇതൊക്കെ ചെയ്തിരുന്നത്. ഞങ്ങൾ 2 വീട്ടുകാരും വലിയ സ്നേഹത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത്. ചുറ്റിലും ഞങ്ങളുടെ വാഴത്തോപ്പും തെങ്ങിൻ തോപ്പും ഒക്കെ ആയിരുന്നതിനാൽ വേറെ വീടുകളൊന്നും അടുത്തുണ്ടായിരുന്നില്ല. എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങൾ പരസ്പരം സഹായിക്കും. മാമൻ്റെ കൂട്ടുകാരനായിരുന്നു അനൂപ് ചേട്ടനും അനിയത്തിയും മഞ്ജു ചേച്ചിയും അമ്മയും മാത്രമായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. അച്ഛൻ മുമ്പേ മരിച്ചുപോയി. മഞ്ജു ചേച്ചി ഇപ്പോൾ +1 പരീക്ഷ എഴുതിയിരിക്കുന്നു. പക്ഷേ എന്നേക്കാൾ 3 വർഷം മൂത്തതാണ് ചേച്ചി. ചേച്ചിയെയും 2 വർഷം വൈകിയാണ് സ്കൂളിൽ ചേർത്തത്. കൂടാതെ 7ൽ പഠിക്കുമ്പോൾ ചേച്ചിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അങ്ങനെ ഒരു 3 വർഷം എഴുന്നേറ്റ് നടക്കാൻ പറ്റാതെ കിടപ്പിലായിരുന്നു. ആരോഗ്യം വീണ്ടെടുത്തിട്ടാണ് ചേച്ചി പിന്നീട് വീണ്ടും സ്കൂളിൽ പോയി തുടങ്ങിയത്. അനൂപേട്ടൻ ഇലക്ട്രീഷ്യനാണ്. 27 വയസ്സായി. +2 വരെ പഠിച്ചിട്ടുള്ളൂ. ഗ്രാമത്തിൽ തന്നെയുള്ള സൗമ്യ ചേച്ചിയുമായി ചേട്ടൻ ഇഷ്ടത്തിലാണ്. കല്യാണം ഉറപ്പിക്കലെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ അത് കാരണം കല്യാണം കൂടാൻ പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ വീട്ടിലേക്ക് ഇറങ്ങി. അച്ഛന് ജോലിയുള്ളത് കാരണം ഞാനും അമ്മയും മാത്രമാണ് അങ്ങോട്ട് വന്നത്. കല്യാണത്തലേന്ന് വരാമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. ബസ് ഇറങ്ങിയാലും 2 കിലോമീറ്റർ ഓട്ടോയിൽ പോകണം അമ്മ വീട്ടിലേക്ക്. ഞാനും അമ്മയും അങ്ങനെ അവിടെ എത്തി. ചവിട്ടുപടി കയറി മുള്ളുവേലിയുടെ അടുത്തെത്തിയപ്പോൾ അമ്മുമ്മ മുളക് വെയിലത്തിടുകയായിരുന്നു. ഒറ്റമുണ്ടും ബ്ലൗസുമായിരുന്നു വേഷം. അമ്മുമ്മേ, ഞങ്ങൾ വന്നു. ആ, അമ്മുമ്മയുടെ ഉണ്ണിക്കുട്ടൻ വന്നോ? പരീക്ഷയൊക്കെ നന്നായി എഴുതിയില്ലേ കുട്ടാ? അമ്മുമ്മ ചോദിച്ചു. എഴുതി. പക്ഷേ 10A+ ഒന്നും ഉണ്ടായില്ല അമ്മുമ്മേ. എനിക്ക് ഭയങ്കര മറവിയാണ്. എന്നാലും നല്ല മാർക്കിൽ ജയിക്കും ഞാൻ പറഞ്ഞു. ആ, അത് മതിയുടെ കുട്ടാ. കുട്ടനെ ഞങ്ങൾക്കറിയില്ലേ. എന്തോരം കഷ്ടപ്പെട്ടതാ എൻ്റെ മോൻ. കളിയാക്കുന്നവർ കളിയാക്കട്ടെ, എൻ്റെ മോൻ വിജയിക്കും ഇനിയും. ഞാൻ അമ്മുമ്മയെ കെട്ടിപ്പിടിച്ചു. അമ്മുമ്മ എൻ്റെ തലമുടിയിൽ തഴുകി. ഞങ്ങളുടെ സ്നേഹം കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് അമ്മ അമ്മുമ്മയോട് പറഞ്ഞു. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അമ്മേ. നല്ലോണം പറഞ്ഞു കൊടുത്തിട്ടൊക്കെ ഒരു വിധത്തിലാണ് പരീക്ഷ എഴുതിയത്. എൻ്റെ മോൻ ഇപ്പോഴും കുട്ടിയാണ്. അവൻ ഇനിയും സമയം വേണം ജീവിതത്തിൽ സീരിയസ് ആവാൻ. ഓ, അതൊക്കെ ശരിയായിക്കോളും മോളെ.
അവൻ എത്ര വലുതായാലും നമുക്ക് കൊച്ചു കുട്ടിയല്ലേ, നീ അങ്ങനെ കണ്ടാൽ മതി. ഇതൊക്കെ നമ്മുടെ ഭാഗ്യമായി കാണും. അമ്മുമ്മയെ നോക്കി കണ്ണു തുടച്ച് പുഞ്ചിരിച്ചുകൊണ്ട് അമ്മ അകത്തേക്ക് കയറിപ്പോയി. അവരുടെ വർത്താനം നോക്കി തല ചോർന്നു നിന്ന ഞാനും അമ്മമ്മയുടെ കൈ പിടിച്ച് അകത്തേക്ക് കയറി. കുട്ട, ഡ്രസ്സ് മാറുക, ഞാൻ കഴിക്കാനെടുക്കാം, അമ്മമ്മ പറഞ്ഞു. അങ്ങനെ ഞാൻ ഡ്രസ്സ് മാറാൻ മുറിയിൽ പോയി. ആ സമയം അമ്മയും ഡ്രസ്സ് മാറായിരുന്നു. ഞാൻ സഞ്ചിയിൽ നിന്നും എൻ്റെ ഒരു ട്രൗസർ എടുത്തു. ഇവിടെ വന്നാൽ ഞാൻ ട്രൗസർ മാത്രമേ ഇടാറുള്ളൂ. പ്രായത്തിനൊത്ത ഉയരവും തടിയും ഒന്നും എനിക്കില്ലാത്തതുകൊണ്ട് പാൻറ്റും മുണ്ടൊന്നും ഞാൻ ഇടാറില്ല. അങ്ങനെ ഞാനും അമ്മയും ഒരുമിച്ച് ഡ്രസ്സ് ചെയ്തു. എൻ്റെ കുട്ടിത്തം ഇപ്പോഴും മാറാത്തത് കൊണ്ടാണ് അമ്മ എൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഏതോ ഒരു നിമിഷത്തിൽ ഞാൻ പെട്ടെന്ന് അമ്മയെ നോക്കി നിന്നു. അത് കണ്ട് അമ്മ എന്നോട് ചോദിച്ചു, എന്താടാ നോക്കുന്നേ? ഏയ് ഒന്നുമില്ല അമ്മേ. എന്താ, നിനക്ക് വേണോ? അമ്മ ചോദിച്ചു. ഏയ് എനിക്കൊന്നും വേണ്ട, ഞാൻ വലിയ കുട്ടിയായ അമ്മേ. ഓ, ഒരു വലിയ ചെക്കൻ വന്നിരിക്കുന്നു. അമ്മ അതും പറഞ്ഞ് വീണ്ടും ഒന്ന് ചിരിച്ചു. ഇവിടെ വന്നാൽ അമ്മയും ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു വേഷം തന്നെയായിരിക്കും. അങ്ങനെ സാരിയെല്ലാം മടക്കി വെച്ച് അമ്മ എന്നെയും കൂട്ടി ഹാളിലേക്ക് വന്നു. അമ്മും അവിടെ ഇലയുടെയും കട്ടൻ ചായയും ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. നല്ല വരിക്കച്ചക്കയും നാളികേരമൊക്കെ കൊണ്ട് ഉണ്ടാക്കിയ ആവി പറക്കുന്ന അട ഞാൻ ആർത്തിയോടെ തിന്നു. അമ്മയും അമ്മുമ്മയും കൂടി എൻ്റെ ആർത്തി പിടിച്ചുള്ള തീറ്റ കണ്ട് പുഞ്ചിരിച്ചു. ഞങ്ങളുടെ വീട്ടിൽ അമ്മ ഇതൊക്കെ വല്ലപ്പോഴും ഉണ്ടാക്കുമെങ്കിലും ഇവിടെയുള്ള നാടൻ ടേസ്റ്റ് അവിടെ കിട്ടില്ല. ചായ കുടി കഴിഞ്ഞ് ഞങ്ങൾ പിന്നാമ്പുറത്തെ തൊടിയിലേക്ക് ഇറങ്ങി. അമ്മയും അമ്മൂമ്മയും കൂടി വാഴയും തെങ്ങും നനയ്ക്കാനും വള്ളിപ്പയർ പറിക്കാനും തുടങ്ങി. കുറച്ച് പച്ചക്കറികൾ പറിച്ച് ഞാനും അവരോടൊപ്പം നിന്നു. ഡാ ഉണ്ണിക്കുട്ട, ഞാൻ നോക്കിയപ്പോൾ വേലിക്കരയിൽ നിന്നും മഞ്ജു ചേച്ചി വിളിക്കുന്നു. മഞ്ജുഷ ചേച്ചിയെ ഞാൻ മഞ്ജു ചേച്ചി എന്നാണ് വിളിക്കാറ്. ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് വേലിക്കരയിൽ ചേച്ചിയുടെ അടുത്തേക്ക് പോയി. ഞാൻ അടുത്തെത്തിയപ്പോൾ ചേച്ചി എന്നെ കെട്ടിപ്പിടിച്ച് 2 കവിളിലും ഉമ്മ തന്നു. +1 ചേച്ചി വലിയ പെണ്ണാണ്. വാടാ, നമുക്ക് വീട്ടിൽ പോവാം. ചേച്ചി എന്നെയും കൂട്ടി ചേച്ചിയുടെ വീട്ടിലേക്ക് നടന്നു. പരീക്ഷ കഴിഞ്ഞു ചേച്ചി? ഞാൻ ചോദിച്ചു. ഇല്ലടാ, നിങ്ങളുടെ അല്ലേ കഴിഞ്ഞ്, ഞങ്ങളുടെ തുടങ്ങിയുള്ളൂ. 2 ദിവസം കഴിയും. പഠിക്കുന്നതിനിടയിൽ വെറുതെ പുറത്തേക്ക് ഇറങ്ങിയപ്പോളാണ് നിന്നെ കണ്ടത്. അനൂപേട്ടൻ എന്തേ? ചേട്ടൻ പണിക്ക് പോയടാ, അമ്മ അകത്തുണ്ട്. നിൻ്റെ പരീക്ഷയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ല മാർക്ക് ഉണ്ടായില്ലേടാ? ആ, അതൊന്നും കുഴപ്പമില്ല ചേച്ചി, പക്ഷേ നല്ല മറവിയൊക്കെയാണ്. സാരല്ലടാ, നീ വാ, നമുക്ക് ചായ കുടിക്കാം. അമ്മ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട്. അയ്യോ, അട കഴിച്ച് വയർ നിറഞ്ഞു ചേച്ചി, ഇപ്പോൾ വേണ്ട. എന്നാ പാത്രത്തിൽ തന്നുവിടാം, നീ പിന്നെ കഴിച്ചാൽ മതി. നീ വായോ. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് നടന്നു. ചേച്ചിയുടെ അമ്മ അകത്ത് പണിയിലായിരുന്നു. അവരും ബ്ലൗസും മുണ്ടും തന്നെയായിരുന്നു വേഷം. എൻ്റെ ശബ്ദം കേട്ടപ്പോൾ ലീലാമ്മ, ചേച്ചിയുടെ അമ്മ, എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു. ലീലയെന്നാണ് ചേച്ചിയുടെ അമ്മയുടെ പേര്. ഞാൻ ചെറുപ്പം തൊട്ടേ ലീലാമ്മ എന്നാണ് വിളിക്കാറ്. ആഹാ, വലിയ ചെക്കനായല്ലോ എൻ്റെ കുട്ടൻ. 10ാം ക്ലാസ് കഴിയാൻ പോവല്ലേ? എടി, ഇവന് നിൻ്റെ ഉയരം ആകാറായല്ലോ, ചേച്ചി പറഞ്ഞു. ഞാനപ്പോൾ ചേച്ചിയുടെ ഒപ്പം ഒന്ന് നിന്നു നോക്കി. അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചതിന് ചേച്ചി എന്നെ അനൂപേട്ടൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയി. കല്യാണത്തിന് വാങ്ങിയ ഡ്രസ്സും വളയും മാലയും എല്ലാം ചേച്ചി എനിക്ക് കാണിച്ചു തന്നു. പിന്നെ അലമാര തുറന്ന് ഒരു ചെറിയ ആൽബം കയ്യിലെടുത്തു. ഡാ വാ, ദാ കല്യാണ ഉടുപ്പക്കലിനെടുത്ത ഫോട്ടോ ഇട്ടിട്ടുണ്ട്, നമുക്ക് കാണാം. ചേച്ചി കട്ടിലിൽ കയറിയിരുന്നു. എന്നിട്ട് എന്നെ വിളിച്ചു. ഞാൻ ചേച്ചിയുടെ സൈഡിൽ പോയിരുന്ന് ചെറിയ ആൽബം തുറന്ന് നോക്കി. അനൂപേട്ടൻ്റെ മോതിരം മാറുന്നതിൻ്റെയും ജാതകം കൈമാറുന്നതിൻ്റെയും ഫോട്ടോസ് ചേച്ചി എനിക്ക് കാണിച്ചു തന്നു. ഞാൻ ചേച്ചിയുടെ അടുത്തിരുന്നാണ് ഇതൊക്കെ കണ്ടത്. ഞങ്ങൾക്ക് തിരക്കായതുകൊണ്ട് ആ ചടങ്ങ് കൂടാൻ പറ്റിയില്ലായിരുന്നു. ചേട്ടനും സൗമ്യ ചേച്ചിയും ഒരുമിച്ച് നിൽക്കുന്നത് കാണാൻ നല്ല ചേർച്ചയുണ്ടായിരുന്നു. 2 പേരെയും കാണാൻ നല്ല ഭംഗിയുമുണ്ട്. സൗമ്യ ചേച്ചി മുൻപിവിടെ കണ്ടിട്ടുണ്ടെങ്കിലും സാരിയിൽ കാണുന്നത് ഇതാദ്യമായാണ്. മഞ്ജു ചേച്ചിയും പുതിയ പട്ടുവാരിട്ടുള്ള ഫോട്ടോസെല്ലാം എനിക്ക് കാണിച്ചു തന്നു. ഓരോന്ന് പറഞ്ഞ് ഞങ്ങൾ ചിരിച്ചുകൊണ്ടിരുന്നപ്പോൾ
ചേച്ചിയുടെ അമ്മ റൂമിലേക്ക് വന്നു. എന്താണ് ചേച്ചിയും അനിയനും കൂടി ഒരു തമാശ? ഏയ് ഒന്നുമില്ലമ്മേ, ഞാനവന് ഫോട്ടോസ് കാണിച്ചു കൊടുത്തതാ. ഡി മര്യാദയ്ക്ക് ഇരിക്കു പെണ്ണേ, ചേച്ചിയെ നോക്കിക്കൊണ്ട് ചേച്ചിയുടെ അമ്മ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ചേച്ചിയെ ശ്രദ്ധിച്ചത്. ഓ അത് കുഴപ്പമില്ലമ്മേ, എൻ്റെ ഉണ്ണിക്കുട്ടനല്ല ഇവിടെ, അതുകൊണ്ട് അമ്മ പേടിക്കേ വേണ്ട, ചേച്ചി ആൻറ്റിയോട് പറഞ്ഞു. എന്നിട്ട് ചേച്ചി ഒന്ന് നേരെ ഇരുന്നു. ആ സമയം ഞാൻ ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കി. ചേച്ചിയുടെ മുഖത്ത് എന്തോ ഒരു കള്ള ലക്ഷണമുണ്ട്. ഞാൻ ചേച്ചിയെ നോക്കി ചിരിച്ചു. ചേച്ചി എന്നെ നോക്കി. അപ്പം ഈ കഥയുടെ മുഴുവനായിട്ടുള്ള വേർഷൻ കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അതായത് ഇതിൻ്റെ തുടക്കം മുതൽ ഇനി വരാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ വേർഷൻ കേൾക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും വേഗം തന്നെ അങ്ങോട്ട് പോരട്ടോ.